ആലപ്പുഴ ഹരിപ്പാട് ശീതളപാനീയങ്ങൾ വിൽക്കുന്ന കട പൊളിച്ചു നീക്കി ക്രൂരത. തൊട്ടടുത്തുള്ള ശ്രീവത്സം ടെക്സ്റ്റൈൽസിന് പാർക്കിംഗ് ലഭിക്കാൻ തടസ്സമായിരുന്ന കടമുറിയാണ് ഉടമ പോലും അറിയാതെ രാത്രിയിൽ പൊളിച്ചു നീക്കിയത്. ഹരിപ്പാട് സ്വദേശി അശോക് കുമാറിന്റെ കടയാണ് തകർത്തത്. കടയിലുണ്ടായിരുന്ന പണവും സ്വർണവും അടക്കം മോഷണവും പോയി. നഗരസഭയുടെ കൈവരി തകർത്തതിന് ശ്രീവത്സം സിൽക്സ് ഉടമ രാജേന്ദ്രൻ പിള്ള ഉൾപ്പെടെ 5 പേരെ പ്രതി ചേർത്ത് കേസെടുത്തു. അതേസമയം സ്വന്തം മണ്ഡലത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അറിയില്ലെന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതേസമയം വിവാദമായതോടെ കട പുനർനിർമ്മിച്ച് നൽകാമെന്ന് ശ്രീവത്സം ഗ്രൂപ്പ് സമ്മതിച്ചു. പോലീസ് സ്റ്റേഷനിൽ നടന്ന ആ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായത്. അമൽ സുരേന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, എന്തായാലും ഒരു ക്രൂരമായ ഒരു സംഭവം, ഒരാളോട് ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ കട പൊളിച്ചു നീക്കുന്നു. തുടർന്ന് വലിയ പ്രശ്നമായപ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ കട പുനർനിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞ് ഈ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമം ഈ ശ്രീവത്സം ഗ്രൂപ്പ് നടത്തുകയും ചെയ്യുന്നത്. രുചീഷ ഇന്നലെ രാത്രി കച്ചവടം കഴിഞ്ഞ് കടയടച്ച് വീട്ടിൽ പോയതായിരുന്നു. രാവിലെ വന്നപ്പോൾ ആ കട പൂർണ്ണമായും തകർന്നു കിടക്കുന്നത് കാണുന്ന അശോക് കുമാർ എന്ന ഹരിപ്പാട് സ്വദേശിയുടെ മനോവിഷമം പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ശീതളപാനീയ ഷോപ്പാണ് തൊട്ടു പിന്നിലുണ്ടായിരുന്ന ശ്രീവത്സം എന്ന ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ കൊട്ടേഷൻ മുഖാന്തരം പൊളിച്ചു എന്ന ആരോപണം പരക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പാർക്കിങ്ങിന് തടസ്സം സൃഷ്ടിച്ച കട ആണ് ഇത് എന്നും അതുകൊണ്ടാണ് പൊളിച്ചു നീക്കിയതെന്നും എല്ലാമുള്ള ന്യായീകരണങ്ങൾ അടക്കം വരുന്നുണ്ട്. ഏതായാലും ഹരിപ്പാട് പഞ്ചായത്ത് അടക്കമുള്ള അറിയാതെ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനം അറിയാതെ നടത്തിയ ഒരു നീക്കമായിരുന്നു. ഈ സെക്രട്ടറിക്കെതിരെ, അതായത് ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയും ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും ഈ ചെയർമാന്റെയോ ഒന്നും അനുമതി കൂടാതെ, അതായത് ഹരിപ്പാടിന്റെ നേതൃത്വത്തിന്റെ നിർദ്ദേശ ഭരണകൂടത്തിന്റെ ഒന്നും അനുമതി കൂടാതെയാണ് ഇത്തരത്തിൽ സെക്രട്ടറിയുടെയും അതോടൊപ്പം തന്നെ ഈ ശ്രീവത്സം ഗ്രൂപ്പിന്റെയും വഴിപെട്ട നീക്കത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് ഈ കട പൂർണ്ണമായും പൊളിച്ചു നീക്കിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഹരിപ്പാട് കട പൊളിച്ച കേസിൽ ശ്രീവത്സം ടെക്സ്റ്റൈൽസ് ഉടമയായ 1ാം പ്രതിയാണ് ഇദ്ദേഹം, രാജേന്ദ്ര പിള്ള. ഇദ്ദേഹം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. PDP ആക്ട് പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നഗരസഭയുടെ കൈവരി തകർത്തതിനാണ് കേസ് വന്നിരിക്കുന്നത്. ചെറായി ഷാജി എന്ന ഷാഹുൽ ഹമീദിനെയും ഈ ഒരു സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ അടക്കം ഈ ഒരു കാര്യത്തിൽ രാവിലെ മുതൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ശ്രീവത്സം ഗ്രൂപ്പിനെ ഇത്തരത്തിൽ കട പൊളിച്ച് നീക്കിയ കടയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകാതെ ഈ ശ്രീവത്സം ടെക്സ്റ്റൈൽസ് തുറക്കാൻ അനുവദിക്കില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു അവിടെ കൂടിയ നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതാണ്, ആ തകർന്ന കടയുടെ മുന്നിൽ നിൽക്കുന്ന അശോക് കുമാറിന്റെ ദൃശ്യങ്ങൾ തന്നെ അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. തന്റെ മണ്ഡലത്തിൽ നടന്ന ഒരു സംഭവം പോലും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവവും വളരെ വലുത് തന്നെയാണ്. ഏതായാലും ഹരിപ്പാട് SHOയുടെ നേതൃത്വത്തിൽ അല്പസമയം മുൻപ് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ചർച്ചകൾ നടന്നു. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ശ്രീവത്സം ഗ്രൂപ്പ് മുട്ടുമുടക്കി എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ഈ പൊളിച്ചു നീക്കിയ കട പുനർനിർമ്മിച്ച് നൽകാൻ ഇവർ തയ്യാറായിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കട പുനർനിർമ്മിച്ച് നൽകാമെന്നതാണ് ഇപ്പോഴത്തെ ചർച്ചയിൽ, പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ ശ്രീവത്സം ഗ്രൂപ്പ് ഈ ആളോട് പറഞ്ഞിരിക്കുന്നത്.